ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ വീണ്ടും കരുണയോട് പറയുന്നുണ്ട്, കൂടുതൽ സമയം നീ ഇവിടെ നിൽക്കണ്ട, തെളിച്ച വെളിച്ചെണ്ണയാണ് ഇരിക്കുന്നത്, നിൻ്റെ അവസ്ഥ പോലും നോക്കാതെ ഞാനതെടുത്ത് മോതയ്ക്ക് ഒഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കരുണയെ ആട്ടിവിടുന്നു. കരുണയാണെങ്കിൽ അത് കേട്ട് കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഇതേ സമയം വീണ്ടും അവൾ പലഹാരം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അവൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാൻ വേറെ ആളെ നോക്കണമെന്നെല്ലാം ദുർഗ പിറുപിറുക്കുന്നത് കേട്ട് അങ്ങേയറ്റം അപമാനിതയാവുന്നുണ്ട് കേട്ടോ കരുണ. പെട്ടെന്ന് തന്നെ തൻ്റെ കണ്ണീര് തുടയ്ക്കുകയും എന്തോ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കോളിംഗ് ബെല്ല് കേട്ട് മഞ്ജു ചെന്ന് വാതിൽ തുറക്കുന്നു. ദുർഗയെ കാണുന്നതും ദേഷ്യം അടക്കാനായിട്ട് കഴിയുന്നില്ല മഞ്ജുവിന്. തുടർന്ന് ഇങ്ങോട്ട് വരണ്ട എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദുർഗയുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇതേ സമയം സാഗരം വരുന്നു. ഞാനിത് മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് പലഹാരങ്ങളാണ്, അത് മോൾക്ക് തരാൻ വേണ്ടിയാണ് വന്നതെന്നെല്ലാം മഞ്ജു പറയുമ്പോൾ മഞ്ജു അത് വാങ്ങുന്നത് കണ്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ ദുർഗയ്ക്ക്. പക്ഷെ പെട്ടെന്ന് തന്നെ മഞ്ജു അത് മുറ്റത്തേക്ക് വലിച്ചെറിയാണ്. അതുകൊണ്ട് വല്ലാത്ത സങ്കടമാവുന്നുണ്ട് ദുർഗയ്ക്ക്. എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് പലഹാരം ഉണ്ടാക്കി കൊണ്ട് വന്നിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. ദുർഗയാണെങ്കിൽ മുറ്റത്ത് നിന്ന് ആ പലഹാരം എല്ലാം എടുക്കുകയും എന്നിട്ട് ഇതിൽ കഴിക്കാൻ പാടില്ലാത്ത ഒന്നും കലർത്തിയിട്ടില്ല എന്നെല്ലാം ദുർഗ പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല, അതുകൊണ്ട് നിങ്ങളിത് മഞ്ജുവിന് കൊടുത്താലും അവളത് വാങ്ങിച്ചാലും ശരി, അത് ഞാൻ അവളെ കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെ സാഗർ പറയുന്നുണ്ട്. കരുണയുടെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടല്ലോ, അവൾ ഇത് കണ്ട് കൊതിയോട് വന്നപ്പോൾ എൻ്റെ മോൾക്ക് കഴിക്കാനാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് അവൾക്ക് കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ നീയും കഴിച്ചോളാൻ പറഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്, അവൾക്ക് തന്നെ എല്ലാം കൊടുത്താൽ പോരായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജു വീണ്ടും ദുർഗയുടെ നേരെ ദേഷ്യപ്പെടുന്നു. സ്വന്തം മകളോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം മകളുടെ അച്ഛനോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവളെ വീട്ടിൽ കയറ്റുമായിരുന്നോ എന്ന് സാഗർ ചോദിക്കുമ്പോൾ അത് ഉണ്ണിയുടെ തീരുമാനമാണെന്ന് ദുർഗ പറയുന്നതും അതൊന്നും ആയിരിക്കില്ല, അമ്മ പറഞ്ഞിട്ട് തന്നെയായിരിക്കും അവളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാവുക, എന്നിട്ട് കണ്ണേട്ടൻ്റെയും ഏട്ടത്തിയുടെയൊക്കെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോന്ന് തകർത്ത് അഭിനയിക്കുകയാണെന്നെല്ലാം മഞ്ജു പറയുമ്പോൾ മോളുടെ അച്ഛൻ മരിക്കുന്നത് വരെ എൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലായിരുന്നു, കണ്ണനെ ഞാൻ എൻ്റെ സ്വന്തം മകനെ പോലെ തന്നെയാണ് സ്നേഹിച്ചത് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ വാമദേവൻ എൻ്റെ അമ്മയെ മാറ്റി, പിന്നെ ഉണ്ണിയേട്ടനും മേഘനും ഒക്കെ പറഞ്ഞതും അനുസരിച്ച് മാത്രമേ അമ്മ ജീവിച്ചിട്ടുള്ളൂ, ആ അമ്മയ്ക്കിനി മാറാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് നിങ്ങളെ അമ്പലത്തിൽ വെച്ച് പോലും കാണരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ, നിങ്ങൾ എന്തിനെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് സാഗരം എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ വരവ്, ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ജനിച്ച കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയും, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അമ്മയെ കാണുന്നത് പോലും ഭയമാണെന്ന് തുറന്നടിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. അമ്മയ്ക്ക് എല്ലാവരേക്കാളും സ്നേഹം സ്വന്തം ആങ്ങളയോടായിരുന്നല്ലോ, ആ ആങ്ങളയുടെ വീട്ടിലേക്ക് അവിടെ അമ്മായിയും മോളുണ്ട്, കൂടാതെ ഒരുത്തൻ മുകളിലേക്ക് നോക്കി കിടക്കുന്നുണ്ട്, അമ്മയ്ക്ക് സ്വന്തം മക്കളേക്കാൾ സ്നേഹമായിരുന്നല്ലോ അവനോട്, അവൻ്റെ അടുത്ത് നിന്നിരുന്ന് അവൻ്റെ അവസ്ഥ കണ്ട് കണ്ണീരൊഴുക്ക്, ഇവിടെ നിന്ന് കരയാതെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയെ ആട്ടിവിടുന്ന പോലെ സംസാരിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. അങ്ങനെ മഞ്ജുവിൻ്റെ ആ വാക്കുകൾ കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ദുർഗ പോകുന്നത്. ശേഷം വരണ്ട എന്ന് പറഞ്ഞിട്ടും വീണ്ടും വരുന്നത് എന്തിനാണെന്ന് അറിയില്ല എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ എന്തിനാ, നിൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന പലഹാരമൊന്നും ഒരു കാരണവശാലും നീ കഴിക്കരുത്, നിൻ്റെ ഏട്ടത്തിയെ തള്ളിയിട്ടത് കരുണയാണ്, വാമദേവനും പ്രതാപനോടൊപ്പം അവളും ജയിലിലേക്ക് പോകേണ്ടതാണ്, പിന്നെ ലക്ഷ്മി ഏട്ടത്തിയുടെ അനിയത്തി ആയതുകൊണ്ട് മാത്രമാണ് അവൾക്കൊരു ആനുകൂല്യം കിട്ടിയത്, ഇവിടെ നിൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന പലഹാരം കഴിച്ച് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ നിൻ്റെ അമ്മയാണെന്നുള്ള ഒരു പരിഗണന നമുക്ക് കൊടുക്കേണ്ടി വരും, കേസ് കൊടുക്കാനും പറ്റില്ല, അതുകൊണ്ട് അപകടം ഒഴിവാക്കണമെന്ന് സാഗർ പറയുന്നുണ്ട് കേട്ടോ മഞ്ജുവിനോട്. പിന്നീട് ലേഖ മഹിയോടായിട്ട് പറയുന്നുണ്ട് മഞ്ജു ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നും അവളുടെ കുഞ്ഞിനെ കലയാൻ വേണ്ടിയിട്ട് അവരൊരു വട്ടം ശ്രമിച്ചതല്ലേ എന്ന് പറയുമ്പോൾ കണ്ണേട്ടൻ്റെ അമ്മ ഇപ്പോൾ എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ, കേട്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല എന്ന് മഹി പറയുന്നതും അവർ കുഴപ്പക്കാർ തന്നെയാണ് മഹി എന്ന് ലേഖ പറയുന്നതും കോളിംഗ് ബെല്ലിൽ ശബ്ദം കേൾക്കുന്നതും സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് വാതിൽ തുറക്കുകയാണ് ലേഖ. അപ്പോൾ ദുർഗയെ കാണുന്നതും നിങ്ങൾ മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോയതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത്, തുടർന്ന് അകത്തേക്ക് കയറ്റണോ മഹി, നിൻ്റെ അമ്മായിയമ്മയാണെന്ന് ലേഖ അനുവാദം ചോദിക്കുമ്പോൾ വരാൻ പറയുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് മഞ്ജുവിന് കൊണ്ടുപോയ പലഹാരം അവൾ വലിച്ചെറിഞ്ഞു അല്ലേ, എന്തിനാ നിങ്ങൾ അവൾക്ക് പലഹാരം കൊണ്ടുപോയി കൊടുത്തത്, നിങ്ങളുടെ മരുമകൾക്ക് കൊടുക്കാമായിരുന്നില്ലേ, അവളിപ്പോൾ പ്രഗ്നൻ്റ് അല്ലേ എന്നെല്ലാം ലേഖ ചോദിക്കുമ്പോൾ അവളെ ഞാനിപ്പോൾ എൻ്റെ മരുമകളായിട്ടൊന്നും കാണുന്നില്ല എന്ന് ദുർഗ പറയുന്നതും നിങ്ങളുടെ സ്വന്തം മകൻ്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ലേഖ.
മഞ്ജുവിന് കൊണ്ടുപോയ പലഹാരം എൻ്റെ കയ്യിൽ തന്നെയുണ്ട്, ഞാനത് തിരിച്ചു കൊണ്ടുപോകും. പക്ഷെ ഞാൻ കുറച്ച് കുഞ്ഞുടുപ്പുകൾ വാങ്ങിയിട്ടുണ്ട്, അത് മോള് വേണ്ട എന്ന് പറയരുത് എന്ന് പറയുമ്പോൾ ലേഖയാണ് പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞുടുപ്പും വേണ്ട വലിയുടുപ്പും വേണ്ട, അത് ഇടിയിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ പൊട്ടിക്കരയാണ്. അപ്പോൾ മഹിക്കാണെങ്കിൽ അതെല്ലാം കേട്ട് വല്ലാത്തൊരു സിമ്പതി തോന്നുന്നുണ്ട്. അപ്പോൾ അമ്മ അതവിടെ വെച്ചേക്കെന്ന് മഹി പറയുമ്പോൾ, ഇതാ കണ്ണേട്ടൻ്റെയും മഹിയുടെയൊക്കെ കുഴപ്പം, ഇവരെയൊക്കെ വീട്ടിൽ നിന്നും എന്നേ അടിച്ചിറക്കി വിടേണ്ടതാണ്. അങ്ങനെ ചെയ്യാതെ എല്ലാം ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു, എന്നിട്ട് കണ്ണേട്ടനോടോ മഹിയോടോ ഇവർക്ക് തരുമ്പെങ്കിലും സ്നേഹമുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ ലേഖ. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഇന്നലെ വരെ അങ്ങനെയായിരുന്നു മോളെ, പക്ഷേ എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്നും ചോദിക്കുന്നുണ്ട് ദുർഗ. നിങ്ങൾ പറയുന്നതൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കേട്ടോ ലേഖ പറയുന്നത്. തുടർന്ന് ദുർഗ പറയുന്നുണ്ട്, മോളുടെ പൂജാമുറിയിൽ ഇരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിന് നല്ല ശക്തിയുണ്ട് എന്നും അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിപ്പോൾ ദിവസവും രാവിലെയും വൈകിട്ടും ആ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ നിന്നും വിളക്ക് കൊളുത്താറുണ്ട്. ചെയ്തു പോയ തെറ്റിനെല്ലാം ഭഗവാന്റെ മുന്നിൽ നിന്നും മാപ്പ് പറയാറുണ്ട്. ചെയ്തു പോയ തെറ്റുകളെല്ലാം ഓർത്ത് നെഞ്ചിൽ നല്ല വേദനയുണ്ട് എന്നെല്ലാം ദുർഗ എല്ലാം തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് ലേഖ പറയുന്നുണ്ട്, ഇവരുടെ അഭിനയം ഒന്നും വിശ്വസിക്കരുത് മഹി, ചിലപ്പോൾ മഹിയും കുഞ്ഞും വീട്ടിലേക്ക് തിരികെ വരാതിരിക്കാനായിരിക്കും ഇവരുടെ ഈ നാടകമൊക്കെ എന്നൊക്കെ ലേഖ പറയുന്നുണ്ട്. കണ്ണേട്ടൻ്റെ അമ്മ മരിച്ചതിന് ശേഷം നിങ്ങളുടെ ആങ്ങള നിർബന്ധിച്ചല്ലേ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊണ്ട് നിങ്ങളെ വിവാഹം കഴിപ്പിച്ചത്. ആ ബന്ധത്തിൽ 2 കുഞ്ഞുങ്ങളും ഉണ്ടായി. മുൻപ് മഞ്ജു നിങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിലും പിന്നീട് അവൾ മാറി. ഉണ്ണിക്ക് പക്ഷേ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഉണ്ണിക്ക് കിട്ടിയിരിക്കുന്നത് അവൻ്റെ അമ്മാവൻ്റെയും മേഘൻ്റെയൊക്കെ സ്വഭാവമാണെന്ന് പറയുമ്പോൾ അവനെ ഞാൻ പരമാവധി തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് പറയുന്നുണ്ട് ദുർഗ. തുടർന്ന് ഇനി കണ്ണേട്ടൻ്റെയും മഹിയുടെയും കുഞ്ഞിൻ്റെയൊക്കെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, അതുകൊണ്ട് തന്നെ ഇത്തരം അഭിനയങ്ങളൊക്കെ വിലപ്പോകുമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട എന്നും ലേഖ പറയുന്നു. ഇനി പ്രതാപനും നിങ്ങളുടെ ആങ്ങളെയൊക്കെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരെ കാണേണ്ട രീതിയിൽ കാണാനായിട്ട് പുറത്ത് ആൾക്കാരുണ്ട്. കണ്ണേട്ടനെ ഓർത്താണ് മാർക്ക് ഉണ്ണിയൊന്നും ചെയ്താതെ വിട്ടിരിക്കുന്നത് എന്നും ലേഖ പറയുന്നു. തുടർന്ന് ദുർഗയ്ക്കാണെങ്കിൽ അതെല്ലാം കേട്ട് വല്ലാതെ തന്നെ സങ്കടപ്പെടുകയാണ്. അപ്പോൾ അത് കാണുന്ന മഹിക്ക് വല്ലാതെ പാവം തോന്നുന്നുണ്ട് കേട്ടോ ദുർഗയോട്. തുടർന്ന് ദുർഗ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നതും കുഞ്ഞിൻ്റെ അടുത്തേക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് ലേഖ ചെയ്യുന്നത്. തുടർന്ന് അമ്മ അതവിടെ വെച്ചിട്ട് ഉടുപ്പ് അവിടെ വെച്ചിട്ട് പോയിക്കോളാൻ മഹി പറയുന്നുണ്ട് കേട്ടോ ദുർഗയോട്. അങ്ങനെ ദുർഗ പോയതിന് ശേഷം അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവരെ വിശ്വസിക്കാൻ നിൽക്കല്ലേ മഹി എന്ന ലേഖ പറയുന്നതും എനിക്കങ്ങനെ തോന്നുന്നില്ല ലേഖയെ. കഴിഞ്ഞ സംഭവങ്ങളെല്ലാം അവരെ മാറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് മഹി പറയുന്നത്. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ രുദ്രാക്ഷം പിടിച്ച് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കരുണമോൾക്ക് നല്ല ജീവിതം ഉണ്ടാകണേ എന്നും ലക്ഷ്മിയുടെ വീട്ടിൽ മൂദേവി കയറണേ എന്നെല്ലാമാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് കരുണ വരുന്നത്. മൂദേവി കയറി കഴിഞ്ഞു എന്ന് കരുണ പറയുന്നതും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോഴും മോളെയാണല്ലോ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി സന്തോഷിക്കുന്നു. മൂദേവി കയറിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലാണ്. എനിക്കിഷ്ടമുള്ള പലഹാരം ഉണ്ടാക്കി തരാൻ പോലും അവിടെ ആളില്ല. അമ്മായിയമ്മയാണെങ്കിൽ മോൾക്ക് വേണ്ടി പലഹാരം വറുത്തു കോരുകയാണ്. മോള് കഴിച്ചിട്ട് ബാക്കിയുള്ളത് കഴിച്ചോളാനാണ് എന്നോട് പറഞ്ഞത് എന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശിക്ക്. അങ്ങനെ അവൾ കഴിച്ചതിൻ്റെ ബാക്കിയൊന്നും എൻ്റെ മോള് കഴിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. തുടർന്ന് ഇവരുടെ ഒരുത്തിക്ക് സ്വന്തം മോള് ഗർഭിണിയാണ് എന്നുള്ളൊരു ചിന്ത പോലും ഇല്ല. അവളിപ്പോഴും മൂത്ത മോളുടെ പുറകെയാണെന്നെല്ലാം പറയുമ്പോൾ അവർക്ക് എന്നോട് സ്നേഹമില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ കഴിയുമോ മുത്തശ്ശി എന്ന് ചോദിക്കുന്നുണ്ട് കരുണ. തുടർന്ന് ഇപ്പോൾ ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണെന്നും ഇനിയിപ്പോൾ കോടതിയിൽ കേസ് നടക്കുന്ന സമയത്ത് കണ്ണേട്ടനും അമ്മായിയമ്മയൊക്കെ നഷ്ടപരിഹാരം വേണ്ട എന്ന് പറഞ്ഞാലും വേറൊരാൾ അത് ആവശ്യപ്പെടുമെന്ന് കരുണ പറയുമ്പോൾ മഞ്ജു ആണോ, അവളത് ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, അവൾ ചോദിച്ചില്ലെങ്കിൽ സാഗർ അവളെ കൊണ്ട് ചോദിപ്പിക്കും എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ മഞ്ജു ഒന്നുമല്ല ഉണ്ണിയേട്ടനാണ് എന്ന് കരുണ പറയുന്നത് കേട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അയാളതെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നും കരുണ പറയുമ്പോൾ ഞാൻ ഇത്രയൊക്കെ കൊടുത്തിട്ടും അവന് ഇനിയും ആർത്തി തീർന്നില്ലേ ദൈവമേ എന്നെല്ലാം സ്വയം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. തുടർന്ന് ശരിക്കും അവൻ അങ്ങനെ പറഞ്ഞോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അയാൾ അതെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് തന്നെ പറയുന്നുണ്ട് കരുണ.
തുടർന്ന് അവൻ വീട്ടിലുണ്ടോ, എങ്കിൽ പിന്നെ എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ അയാളെ എന്തിനാ മുത്തശ്ശി കാണുന്നതെന്ന് കരുണ ചോദിക്കുന്നതും അവനെ ഒന്ന് കാണണം, പിന്നെ ദുർഗയും കണ്ണനും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൈയും കാലും ഒക്കെ ഒന്ന് പിടിച്ചു നോക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് ദുർഗയാണെങ്കിൽ തറയെല്ലാം തുടച്ച് വൃത്തിയാക്കുകയാണ്. ഇതേ സമയമാണ് കരുണയും മുത്തശ്ശിയും വരുന്നത്. കരുണയെ കാണുന്നതും നീ ഇതേ ഇവിടെയൊന്നും വൃത്തിയാക്കാതെ എവിടേക്കാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ എന്നെ ഒന്ന് കാണാനാ ദുർഗയെന്ന് മുത്തശ്ശി പറയുന്നതും ഇവിടെ ജീവിക്കാനാണ് നിൻ്റെ തീരുമാനമെങ്കിൽ ഇവരെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതും വിളിക്കുകയൊന്നും ചെയ്യരുത്, ഇവരുടെ അടുത്ത് പോലും നീ പോകരുത്, പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബോംബും കൊണ്ടായിരിക്കും നീ വരുന്നതെന്നെല്ലാം ദുർഗ പറയുമ്പോൾ എൻ്റെ മോൾ ആകെ കോലം കെട്ടു ദുർഗ, ഈ സമയത്ത് മോൾ നല്ല പ്രസരിപ്പോടെ ഇരിക്കേണ്ടതാണെന്നെല്ലാം മുത്തശ്ശി പറയുന്നതും ഇവളും നിങ്ങളും പ്രസരിപ്പോടെ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രസരിപ്പ് പോകുമെന്ന് പറയുന്നുണ്ട് ദുർഗ. തുടർന്ന് എനിക്ക് ഉണ്ണിയൊന്ന് കാണണമെന്ന് പറയുമ്പോൾ നിങ്ങളെന്തിനാണ് അവനെ കാണുന്നത്, റിമാൻഡ് കാലാവധി കഴിഞ്ഞ് 2 പേര് ജയിലിൽ നിന്ന് പുറത്തിറങ്ങും, ആ സമയത്ത് മകളെ കാണാനെന്നുള്ള പേരും പറഞ്ഞ് പ്രതാപനെങ്ങാനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ മുഖം ഞാൻ പൊള്ളിച്ചു വിടുമെന്നെല്ലാം ദുർഗ പറയുമ്പോൾ അവന് ഇനി ഇങ്ങോട്ട് വരാനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. തുടർന്ന് അവരിനി പുറത്തിറങ്ങിയാലും അധികം ഒരുപാട് കാലമൊന്നും പുറത്തു നടക്കില്ല എന്നും അവരെ ആയുഷ് കാലം ജയിലിൽ തന്നെ കിടത്താനാണ് കണ്ണനും അനന്തുമൊക്കെ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് എന്നും ദുർഗ പറയുന്നുണ്ട്. അത് കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ കരുണയും മുത്തശ്ശിയും. ഇതേ സമയമാണ് ഉണ്ണി താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്